ഇനിയും സംഭവിക്കാത്ത, പക്ഷേ വരുവാനിരിക്കുന്ന സമയത്തെയോ സംഭവങ്ങളെയോ ഭാവിയെയോ ഇപ്പോൾ നടക്കാത്ത പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെയോ സൂചിപ്പിക്കുന്ന കാലം, അതിനെ വിളിക്കുന്നു ഭാവി കാലം അഥവാ ഫ്യൂച്ചർ ടെൻസ് എന്ന്. ഈ പറയുന്ന ഭാവിയെയും ഭാവി കാലത്തെയും കുറിച്ച് വരവണ്ണം വളരെ വ്യക്തമായും സ്പഷ്ടമായും പ്രവചിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാകുന്നു ഇന്ത്യയിൽ പുരാതന കാലം മുതൽ. അവരെ നമ്മൾ ജ്യോതിഷികളെന്നും അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ ജ്യോതിഷമെന്നും വിളിക്കുന്നു. എന്താണ് ജ്യോതിഷം? ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, രാശികൾ എന്നിവയുടെ സ്ഥാനവും ചലനവും അടിസ്ഥാനമാക്കി മനുഷ്യരുടെ ഭാവി, സ്വഭാവം, ജീവിത സംഭവങ്ങൾ എന്നിവ പ്രവചിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രമാകുന്നു ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. കാലങ്ങൾക്ക് മുൻപേ തന്നെ ജ്യോതിശാസ്ത്രം പോലെ തന്നെ ഭാവി അറിയുവാൻ ആശ്രയിക്കുന്ന മറ്റൊരു മാർഗം കൂടി ഉണ്ട്. അതിനെ സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി എന്ന് വിളിക്കുന്നു. എന്താണ് ന്യൂമറോളജി? ജനന തീയതി, പേരിലെ അക്ഷരങ്ങൾ എന്നിവ സംഖ്യകളാക്കി കണക്കാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയുടെ ഗുണങ്ങളും സ്വഭാവങ്ങളും പ്രവചിക്കുവാൻ ശ്രമിക്കുന്ന രീതിയാകുന്നു ന്യൂമറോളജി. ഈ പറഞ്ഞതൊക്കെ ഇന്ത്യയുടെ പുരാതന കാലത്ത് സന്യാസിമാർ കണ്ടെത്തിയതായി പിന്നീട് മാന്ത്രികന്മാരുടെ കൈകളിലൂടെ നമ്മുടെ കൈകളിലേക്ക് വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനോട് സാമ്യം വരുന്ന ജൂതന്മാരുടെ ജൂതമാന്ത്രികന്മാർ വികസിപ്പിച്ചെടുത്ത മറ്റൊരു ഭാവി അറിയൽ വിദ്യയാകുന്നു കബാല. എന്താണ് കബാല? യഹൂദമതത്തിലെ ഒരു ആത്മീയ രഹസ്യ പാരമ്പര്യമാകുന്നു ഇത്. ദൈവത്തെയും സൃഷ്ടിയെയും ആത്മാവിനെയും ഭാവിയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ആത്മീയ രഹസ്യ പഠനമാകുന്നു കബാല. ഇതൊരു മിസ്റ്റിക്കൽ തിയറിയാകുന്നു അഥവാ ആത്മീയ രഹസ്യ ശാഖയാകുന്നു. കബാല എന്നത് ഒരു ഹീബ്രു പദം ആകുന്നു. ആ ഭാഷയിൽ അത് ഇങ്ങനെ എഴുതപ്പെടുന്നു. അതിൻ്റെ അർത്ഥം സ്വീകരിക്കൽ അല്ലെങ്കിൽ ലഭിച്ച അറിവ് എന്നാകുന്നു. കൂടാതെ അത് അഭ്യസിക്കുന്നത് ഒരു ഗുരുവിൽ നിന്നും ആകണമെന്ന് നിർബന്ധമാകുന്നു. വളരെ ഗൂഢമായ ഈ ഒരു വിദ്യയുടെ ചിന്ത ഇവയൊക്കെയാകുന്നു. ദൈവം അനന്തവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. മനുഷ്യൻ ആത്മീയ പരിശീലനത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുകയും അത് കഴിയുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു ആത്മീയ അർത്ഥമുണ്ടെന്ന് കബാല പഠിപ്പിക്കുന്നു. നമ്മുടെ ജ്യോതിഷവും ന്യൂമറോളജിയും പോലെ തന്നെ പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കബാലയ്ക്ക് വളരെയധികം നിഗൂഢതകളുണ്ട്. കബാലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നം ട്രീ ഓഫ് ലൈഫ് അഥവാ ജീവവൃക്ഷം ആകുന്നു. ഇത് 10 ആത്മീയ ഘടകങ്ങളായി നിർമ്മിച്ചിരിക്കുന്നു. അതിനെ സെഫിറോത്ത് എന്ന് പറയുന്നു. കബാലയിൽ പറയുന്ന ദൈവത്തിന് 10 ആത്മീയ ഗുണങ്ങളോ പ്രകാശങ്ങളോ ഉള്ളതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അവ യഥാക്രമം കേദർ എന്നാൽ കിരീടം എന്നാകുന്നു. അതിനെ അർത്ഥമാക്കുന്നത് പരമ ഇച്ഛാശക്തി എന്നാകുന്നു. പിന്നെ ചോക്മ, അത് ജ്ഞാനം എന്നാകുന്നു. പിന്നീട് ബിന എന്നാണ്, അത് ബുദ്ധി അഥവാ മനസ്സിലാക്കൽ എന്നാകുന്നു. അടുത്തതായി ചെസത് എന്നാൽ കരുണ എന്നാകുന്നു. പിന്നീട് ഗൗറ, അത് ശക്തിയാകുന്നു. അടുത്തതായി ടിഫറത്ത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാകുന്നു. അടുത്തത് നെസ്ലാക്ക് എന്നാകുന്നു, അത് വിജയമാകുന്നു. പിന്നീടുള്ളത് ഹോഡ് ആകുന്നു, അത് മഹത്വം ആകുന്നു. യെസോഡ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നും. അവസാനമായി മാൽക്കുത്ത്, അത് രാജ്യം എന്നാകുന്നു അഥവാ ഭൂമിയുടെ പ്രകടനം ആകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞവയെല്ലാം ദൈവത്തിൻ്റെ ഗുണങ്ങൾ ആണെന്നാണ് വിശ്വാസം. ഇവയെല്ലാം മനുഷ്യൻ ആത്മീയമായി വളരുമ്പോൾ മനസ്സിലേക്ക് ആവാഹിക്കപ്പെടുന്നു. മനുഷ്യനും ദൈവത്തോളം തന്നെ ആകുന്നു. ഇവയൊക്കെ നേരായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയാൽ ഒരുവന്റെ ഭാവി അറിയുവാൻ ആ വ്യക്തിക്ക് കഴിവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. യഹൂദ നിയമമായ തോറ ലോക സൃഷ്ടിക്ക് മുൻപേ ഉണ്ടായിരുന്നുവെന്ന് കബാലിസ്റ്റുകൾ കരുതുന്നു. തോറ എന്നാൽ യഹൂദമതത്തിലെ ഏറ്റവും വിശുദ്ധവും പ്രധാനവുമായ ഗ്രന്ഥമാണ്. ഇത് ദൈവം മനുഷ്യർക്ക് നൽകിയ നിയമങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ ഗ്രന്ഥമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരു കുഞ്ഞ് ജനിച്ച ശേഷം അതിൻ്റെ ഡേറ്റ് കൊണ്ട് അതിൻ്റെ ഭാവി മനസ്സിലാക്കുന്നു, അത് പ്രവചിക്കുന്നു.
നമ്മളുടെ പരമ്പരാഗത ഭാവി നിർണയ രീതി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ നിലയും ജനന തീയതിയും എല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്നു. എന്നാൽ ജൂതന്മാരുടെ ഈ ഒരു രീതി വളരെ നിഗൂഢവും വ്യത്യസ്തവും ആകുന്നു. കബാലയിൽ ഭാവി മനസ്സിലാക്കുന്നത് പ്രധാനമായും 3 രീതികളിലാകുന്നു: ജമട്രിയ, സെഫിറോത്ത്, സൊഹാർ എന്നിങ്ങനെ. അതായത് അക്കശാസ്ത്ര രീതി, ധ്യാനം, വ്യാഖ്യാനം എന്നിങ്ങനെയാകുന്നു. ജമട്രിയ എന്ന് പറഞ്ഞാൽ ഒരു പേരിലോ അല്ലെങ്കിൽ വാക്യത്തിലോ ഉള്ള അക്ഷരങ്ങൾ സംഖ്യകളാക്കി കൂട്ടിക്കിട്ടുന്ന തുകയെ അവർ ജീവസംഖ്യ എന്ന് വിളിക്കുന്നു. ഈ ജീവസംഖ്യയ്ക്ക് ഓരോ സിംബൽസ് ഉണ്ടാകുന്നു. അതിലൂടെ അതിൻ്റെ ആത്മീയ അർത്ഥം കണ്ടെത്തുന്നു. അങ്ങനെ ഭാവി നിർണയിക്കുന്നു. രണ്ടാമത് പറഞ്ഞ മാർഗം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ മൂല്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിച്ച് ആത്മീയമായി ഉയരുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അതായത് 6th സെൻസ് പോലെ ഒരു തരം സിദ്ധി. മൂന്നാമത് പറഞ്ഞത് സൊഹാർ, ഇവരുടെ മതഗ്രന്ഥമാകുന്നു ഇത് വ്യാഖ്യാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അറിവിലൂടെ ഭാവി അറിയുവാൻ കഴിയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇങ്ങനെയാകുന്നു ലോകമതങ്ങൾക്ക് മുൻപായി പിറന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നിഗൂഢമായ ഭാവി അറിയുന്ന മാർഗമായ കബാലയുടെ കഥ.